പ്രൈസ് ദ ലോർഡ്. യേശുവിൻ നാമത്തിൽ ഇന്ന് ജയമെടുക്കുന്നു. വിശ്വാസത്തിൽ പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെ നേരിടാമെന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗം ചുരുക്കമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവാചക പുസ്തകം 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ദാനിയേൽ സിംഹത്തിന്റെ കൂട്ടിൽ വീണു എന്ന് പരിശുദ്ധാത്മാവ് വചനത്തിൽ എഴുതിയിരിക്കുക. സിംഹത്തിന്റെ കൂട്ടിൽ വെറുതെ കാലമെഴുതി വീണതല്ല, അവനെ പ്രാർത്ഥന മനുഷ്യനായ ദാനിയേലിനെ സിംഹത്തിന്റെ കൂട്ടിൽ ഇട്ടതാണ്. നിയമം തനിക്ക് വിരോധമായി എഴുതപ്പെട്ടു. പ്രതിസന്ധികൾ ദാനിയേലിന്റെ നേരെ വരിക. എന്താണ് ദാനിയേലിന്റെ പ്രത്യേകത? അവരൊരു പ്രാർത്ഥന മനുഷ്യനാണ്. എന്താണ് ദാനിയേലിന്റെ പ്രത്യേകത? വിശ്വാസത്താൽ ജീവിക്കുന്ന മനുഷ്യനാണ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവയായ ദൈവം സിംഹത്തിന്റെ കൂട്ടിൽ ദാനിയേൽ വീടുന്നതിന് മുമ്പ് തന്നെ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് പ്രശ്നം വരലേ, പ്രതിസന്ധി വരലേ, എനിക്കത് പറ്റത്തില്ല, ഞാൻ എന്നിലേക്ക് തന്നെ നോക്കി പലപ്പോഴും തളർന്നു പോകുകയാണ്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മ നമ്മുടെ പറയുന്ന പ്രശ്നം വരലേ വരലേ വരലേ, പ്രതിസന്ധി വരലേ വരലേ, നോ 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 നോ, വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ. അതിനെല്ലാം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ ആ പ്രതിസന്ധികളെ വിശ്വാസത്താൽ നേരിടും. ഇന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന് 33 വായിക്കുമ്പോൾ കാണുന്നു, അവർ സിംഹത്തിന് വായടച്ചു. ദാനിയേൽ പ്രവാചനം 6:22 ദൂതൻ വായടച്ചെന്ന് പറയുമ്പോൾ പൗലോസ് ആത്മാവിൽ പ്രവചിക്കുന്നു, ആ സിംഹത്തിന് വായടച്ചത് അവരാണ്, ദൂതനല്ല. അവർ ആര്? ദാനിയേൽ, വിശ്വാസത്തിന്റെ വീരന്മാർ. പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞ, ആരോഗ്യം നിനക്ക് കുറവാണെങ്കിലും, കഴിവുകൾ കുറവാണെങ്കിലും, ആയുധം കയ്യിലില്ലെങ്കിലും, വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തിയാൽ നിന്റെ മുമ്പിൽ വരുന്ന ഏത് വിശ്വാസത്തിന്റെ പരിശോധനയും പ്രതിസന്ധിയും വിശ്വാസം കൊണ്ട് നിനക്ക് ജയിപ്പാൻ കഴിയും. ഇന്ന് ദൈവാത്മ പറയുന്നു, നീ ജയിച്ചു വരുന്നത് കാണാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശു നോക്കി നിൽക്കുന്നു. ആകയാൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന വിശ്വാസത്തിന്റെ നിറവിൽ ഈ പരിശോധനകളെ, പ്രതിസന്ധികളെ ജയിച്ചുകൊണ്ട് മടങ്ങി വരിക. പരിശുദ്ധനായ ദൈവം അതിനായി നമ്മളെ സഹായിക്കും. വിശ്വാസത്തിന്റെ പ്രതിസന്ധികളെ വിശ്വാസം കൊണ്ട് നേരിടാം, അതിനെ നമുക്ക് ജയിക്കാം. ആമേൻ.